ഹായ് ഓൾ, സ്പോർട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഫിഫ വേൾഡ് കപ്പിലേക്കുള്ള ഗ്രൂപ്പുകൾ നിർണയിച്ചിരിക്കുന്നു. 12 ഗ്രൂപ്പുകളാണ് ആകെയുള്ളത്. ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, കൊറിയ റിപ്പബ്ലിക് എന്നീ ടീമിനോടൊപ്പം ചെക്കിയ, ഡെൻമാർക്ക്, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, മസഡോണിയ എന്നീ ടീമുകളിൽ നിന്നും പ്ലേ ഓഫിൽ നിന്ന് ജയിച്ചു വരുന്ന ഒരു ടീമിനും മത്സരിക്കാം. ഗ്രൂപ്പ് ബിയിലാവട്ടെ കാനഡ, ഖത്തർ, സ്വിറ്റ്സർലൻഡ് ടീമുകളോടൊപ്പം ബോൺസിയ, ഇറ്റലി, നോർത്തേൺ അയർലൻഡ്, വെയിൽസ് ടീമുകളിൽ നിന്നും പ്ലേ ഓഫിൽ വരുന്ന ടീമിനും മത്സരിക്കും. ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ വരുന്നത്. ബ്രസീൽ, മൊറോക്കോ, ഹൈറ്റി, സ്കോട്ട്ലൻഡ് ടീമുകളാണ് ഗ്രൂപ്പ് സിയിൽ വരുന്നത്. ഗ്രൂപ്പ് ഡിയിൽ USA, പരാഗ്വേ, ഓസ്ട്രേലിയ ടീമുകളും തുർക്കി, റൊമാനിയ, സ്ലോവാക്യ, കൊസോവോ ടീമുകളിൽ ഒരു ടീമും മത്സരിക്കും. ഗ്രൂപ്പ് ഇയിലാണ് ജർമ്മനി വരുന്നത്. ജർമ്മനി, കുറസാവോ, കോട്ട് ഡി എക്വഡോർ എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് ഇയിൽ വരുന്നത്. ശക്തമായൊരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എഫ്. നെതർലൻഡ്, ജപ്പാൻ, ടുണീസിയ ടീമുകളോടൊപ്പം പ്ലേ ഓഫിൽ നിന്ന് വരുന്ന പോളണ്ട്, അൽബേനിയ, സ്വീഡൻ, ഉക്രൈൻ എന്നീ ടീമുകളിൽ ഒരു ടീമുമാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. ശക്തമായൊരു ഗ്രൂപ്പ് തന്നെയാണ് ഗ്രൂപ്പ് ജി. ബെൽജിയം, ഈജിപ്റ്റ്, ഇറാൻ, ന്യൂസിലൻഡ് ടീമുകളാണ് ഈ ഗ്രൂപ്പിലുള്ളത്. സ്പെയിൻ, കാബോ വെർഡെ, സൗദി അറേബ്യ, ഉറുഗ്വയ ടീമുകളാണ് ഗ്രൂപ്പ് എച്ചിൽ വരുന്നത്. ഗ്രൂപ്പ് ഐയിലാണ് ഫ്രാൻസ് വരുന്നത്. ഫ്രാൻസ്, നോർവേ, സെനഗല് എന്നീ ടീമിനോടൊപ്പം സുറിനെയിം, ഇറാഖ്, ബൊളീവിയ ടീമുകളിൽ ഒരു ടീം കൂടായിരിക്കും മത്സരിക്കുന്നത്. ഗ്രൂപ്പ് ജെയിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരുന്നത്. അർജന്റീന, അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ടീമുകളാണ് ഗ്രൂപ്പ് ജെയിലുള്ളത്. ഗ്രൂപ്പ് കെയിലാണ് പോർച്ചുഗൽ വരുന്നത്. പോർച്ചുഗൽ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ ടീമുകളോടൊപ്പം ന്യൂ കാലഡോണിയ, ജമൈക്ക, കോങ്കോ എന്നീ ടീമുകളിൽ നിന്ന് ഒരു ടീമും മത്സരിക്കും. അവസാന ഗ്രൂപ്പ് എല്ലിലാണ് ഇംഗ്ലണ്ട്, ഗാന, ക്രൊയേഷ്യ, പനാമ എന്നീ ടീമുകൾ വരുന്നത്.